സത്യം പറഞ്ഞാൽ ഞാനൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു അറിയോ, ഉത്തരേന്ത്യയിൽ കിടക്കുന്നവന്മാർക്കാണ് തീരെ ബുദ്ധിയില്ലാത്തത്. കാരണം യുവമാരെ ഇത്തരം മണ്ടത്തരങ്ങൾ കാണിക്കൂ എന്നൊക്കെ തന്നെയാണ് ഞാനും വിചാരിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ കേരള അല്ലേ, നമ്മുടെ പ്രബുദ്ധ കേരള അല്ലേ, വിദ്യാഭ്യാസം ഉള്ളവരല്ലേ, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ഉള്ള ബുദ്ധിയും വിവരവും വിവേകവും ഉള്ളവരാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദാ ഈ കൊണാപ്പ് കണ്ടു. കണ്ടില്ലേ, ഇതെന്താ സംഭവം എന്നറിയോ? കൊല്ലത്ത് നടന്നതാണ്. ഇതാരാ ചെയ്യുന്നതെന്നറിയോ? സംഖ്യകളാണ്. നമ്മൾ അണ്ടിമുക്ക് ശാഖയിലെ തീട്ട സംഖ്യകള്. ബുദ്ധിയില്ല, വിവരവും ഇല്ല. ആ അവിടെ ബ്രസീലിന്റെ കൊടിയാണ് കെട്ടിയത്. ഫുട്ബോൾ ആണല്ലോ, അപ്പൊ ഫുട്ബോൾ ആരാധകർ ഏറ്റവും കൂടുതൽ ബ്രസീലിന്റെ ആൾക്കാരും അർജന്റീനയുടെ ആൾക്കാരും ഒക്കെയാണ് നമ്മുടെ കേരളത്തിൽ കൂടുതലുള്ളത്. അപ്പൊ കൊല്ലത്തുള്ള കുറെ പയ്യന്മാര് ബ്രസീലിന്റെ കൊടി വലിച്ചു കെട്ടി. ആ ബ്രസീലിന്റെ കൊടി എന്ന് പറയുന്നത് പച്ചയും മഞ്ഞയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള കൊടിയാണ്. അപ്പൊ ഇത് പാകിസ്ഥാന്റെ കൊടിയാണ്, പാകിസ്ഥാന്റെ കൊടി ഇവിടെ കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കുറെ അന്യമുക്ക് തീട്ടങ്ങൾ കാണിക്കുന്ന പരിപാടിയാണ്. എടാ, നിനക്കൊക്കെ തീരെ അന്തവും ബുദ്ധി ഇല്ലടാ ചങ്ങായിമാരെ. നേരെ പൊളിച്ചിട്ട് പോലും ഇല്ല. എടാ, പാകിസ്ഥാന്റെ കൊടിയാണെങ്കിൽ അത് അങ്ങനെയാണോ? എടാ, ഇത് ബ്രസീലിന്റെ കൊടിയല്ല. അറ്റ്ലീസ്റ്റ് ഗൂഗിളിലൊന്ന് ആ ബുദ്ധി ഉണ്ടെങ്കിൽ ഇമ്മാതിരി കാര്യം ചെയ്യോ? ഗൂഗിൾ എന്താ? എടാ, എന്തിനാടാ ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് നീയൊക്കെ വീണ്ടും വീണ്ടും ആൾക്കാരെ കൊണ്ട് കളിയാക്കിക്കണത്? നമ്മളൊക്കെ വിചാരിച്ചോണ്ടിരിക്കണ ഉത്തരേന്ത്യയിലെ സംഖ്യകൾക്കാണ് തീരെ ബുദ്ധിയില്ലാത്ത. അവന്മാരാകുമ്പോ വിദ്യാഭ്യാസവും ഇല്ല, അണ്ടിമുക്ക് ചാണകവും ഗോമൂത്രവും കുടിച്ച് വളരുന്ന സംഖ്യകളാണല്ലോ ഉത്തരേന്ത്യയിൽ കിടക്കുന്നത്. ഇപ്പൊ ഇമാതിരി കേരളത്തിലും ഉണ്ടാടെ ഇമാതിരി തീട്ട സംഖ്യകള്, ഇത്രയും വിവരവും ബുദ്ധിയും ഒന്നുമില്ലാത്ത. എടാ, എന്തിനാടാ ഇങ്ങനെ നമ്മളെ മലയാളികളെ നാറ്റിക്കുന്നത്? നമ്മളെ മലയാളികളെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് നിനക്കൊക്കെ ഒരു ഇതും ഇല്ലെന്നല്ലാണ് പറയുന്നത്. ഇനി തലപ്പത്തുനിന്ന് തുടങ്ങി താഴേക്കടയിൽ കിടക്കണത് വരെ നമ്മളെ മലയാളികളെ നാറ്റിച്ചുകൊണ്ടിരിക്കും. അത് എങ്ങനെയെങ്കിലും യുവമാര് നാറ്റിച്ചുകൊണ്ടിരിക്കും. കണ്ടില്ലേ, ഇപ്പൊ നാഷണൽ മീഡിയ വരെയൊക്കെ ഇത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയ്ക്കും തീരെ ബുദ്ധിയില്ലാത്തവന്മാരാടാ മലയാളികളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. ബ്രസീലിന്റെ കൊടിയേത്, പാകിസ്ഥാന്റെ കൊടിയേതെന്ന് അറിഞ്ഞൂടാ തണ്ടിമുക്ക് തീട്ടങ്ങളെ. എന്തുവാടാ ഇത്? നമ്മുടെ മലയാളികളെ തന്നെ നീയൊക്കെ പറഞ്ഞ് നാറ്റിക്കുമല്ലോടാ. ഒരു ഉടുപ്പില്ലാത്ത ചങ്ങായിമാരായി പോയല്ലടാ. നാണക്കേടാടാ, നാണക്കേട്. അറ്റ്ലീസ്റ്റ് കേരളം എന്ന് പറയണത് സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം അല്ലടാ. ഇതിപ്പോ എല്ലാരെയും കൊണ്ട് പറഞ്ഞില്ലേ സമ്പൂർണ്ണ സാക്ഷരത എന്ന്. എന്തിനാടാ അണ്ടിമുക്ക് തീട്ടങ്ങളെ ഇമാതിരി തോന്നിവാസങ്ങൾ കാണിക്കുന്നത്? ഫുട്ബോൾ അല്ലേടാ നടക്കുന്നത്. അവിടെ ബ്രസീലിന്റെ കൊടി ഏതാണ്, പാകിസ്ഥാന്റെ കൊടി ഏതാണെന്ന് അറിയൂടാത്ത അണ്ടിമുക്ക് തീട്ടങ്ങളെ എന്നോടൊക്കെ എന്താടാ പറയാ? നാറ്റിച്ചല്ലടാ നീയൊക്കെ കൂടിയിട്ട് ഞങ്ങളെ മലയാളികൾ എന്ന് പറയുമ്പോ ലോകത്തിന്റെ മുമ്പില് അല്ലെങ്കിൽ പുറം രാജ്യത്തൊക്കെ ഒരു വില ഉണ്ടായിരുന്നു. ഇപ്പൊ നിന്റെയൊക്കെ ഈ കലാപരിപാടി കണ്ടിട്ട് പലരും കളിയാക്കുകയാണ്. തീരെ അന്തമില്ലാത്ത അന്തിമുക്ക് തീട്ടങ്ങളായല്ലോടാ. എടാ, ഉത്തരേന്ത്യക്കാരന്മാർക്ക് വിദ്യാഭ്യാസം ഇല്ല, ബുദ്ധിയില്ല, വിവേകം ഇല്ല, ചിന്താശക്തി ഇല്ല, ബോധം ഇല്ല. അതുകൊണ്ട് അവന്മാർ ചാണകവും ഗോമൂത്രവും തിന്ന് ബുദ്ധി ഇല്ലാണ്ടായിപ്പോയി എന്ന് പറയാം. നീയൊക്കെ അരിയല്ലടെ തിന്നുന്ന, അരിയാഹാരല്ലടെ തിന്നുന്ന, ചോറല്ലടെ തിന്നുന്ന, മീൻകറിയും ചോറല്ലടെ തിന്നുന്ന, എന്നിട്ട് പോലും ഇത്രയ്ക്ക് തീരെ അന്തവും ഓരോ ബുദ്ധിയില്ലാത്ത അണ്ടിമുക്ക് തീട്ടങ്ങളായി മാറിയല്ലേടി. എന്തായാലും ഒന്നും പറയാനില്ല. നമ്മളെ സതീഷ് അണ്ണനാണല്ലോ കേരളം ഭരിക്കുന്നത്. ഉഷ്ണം ഉഷ്ണേന ചാണകസംഖി എന്നല്ലാണ്ട് വേറെന്തോ പറയാനാ? സുഖം. That is so